ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കുറെ ഭാഗങ്ങൾ പുറത്തുവിട്ടു, വളരെ വിവാദമായി. കേരളം മുഴുവൻ അത് ചർച്ചയിലായി. മലയാള സിനിമാ രംഗത്ത് എന്താണ് നടക്കുന്നതെന്ന് ഏകദേശം ഒരു രൂപം നമുക്കറിയാമെങ്കിലും അതിനെ ഒരു കമ്മിറ്റി ആ രൂപം എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. ആ രൂപം വളരെ വികൃതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി. എന്തായാലും നമുക്ക് ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു തുടക്കത്തില് പറയുന്നത്, ആദ്യത്തെ 1-2 പാരഗ്രാഫിനകത്ത് അതുണ്ട്. ആകാശത്ത് നമുക്കറിയാം മലയാള സിനിമയിലെ നക്ഷത്ര താരങ്ങൾ വെട്ടിത്തിളങ്ങുകയാണ്. ഹേമ കമ്മിറ്റിയിലെ ആമുഖത്തിൽ അത് തന്നെയാണ് പറയുന്നത്. ആകാശത്ത് താരങ്ങള്, സ്റ്റാർസുകള്, ടിങ്കിൾ സ്റ്റാർസുകള്, അങ്ങനെ കണ്ണു ചിമ്മാതെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. എപ്പോൾ ഇങ്ങനെ ചിമ്മി വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. അത് തന്നെയാണ് മലയാളത്തിലെ താരങ്ങളും നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്, നക്ഷത്ര താരങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ആകാശത്ത് നമുക്കറിയാം നിലാവ് ഒഴിക്കുന്ന ചന്ദ്രനുണ്ട്. ഇതൊക്കെ മനോഹരമായിട്ട് കവികളൊക്കെ പറഞ്ഞു. അത്ര ഉന്നത സ്ഥാനീയരാണ് മലയാളത്തിലെ നടന്മാര്. പക്ഷെ യഥാർത്ഥത്തിൽ ചന്ദ്രൻ നിലാവ് പൊഴിക്കുന്നില്ല, നക്ഷത്രങ്ങൾ ഈ പറയുന്ന പോലെ ചിമ്മുന്നില്ല. നമുക്ക് തോന്നുകയാണത്. അത് നമ്മുടെ ഒരു തോന്നലാണ്. അപ്പൊ അതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇപ്പോഴേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി നമുക്ക് മനസ്സിലായി ഈ നക്ഷത്രങ്ങളും ഈ താരങ്ങളും ഒക്കെ അവരുടെ മുഖം വികൃതമാണ്. ആ മുഖം മേക്കപ്പ് ഇട്ട് മിനുക്കിയാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് താരശോഭ വരുന്നത്. അവരുടെ മനസ്സ് മലിനമാണ് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്നുകൂടെ ഉറപ്പിച്ചു. ഇതാണ് അവസ്ഥ. മലയാള സിനിമയിലെ വളരെയധികം താരങ്ങള്, പ്രത്യേകിച്ച് വനിതകള് വളരെയധികം സഫർ ചെയ്തു. അവരെ പലരും സിനിമാ രംഗം വിട്ടുപോയി. മലയാള സിനിമയിലെ കാലങ്ങളായി ഒരു 10-16 പവർഫുള്ളായ 15 പേരുടെ, അത് കൂടുതലുണ്ടാവാം, കൈകളിലാണ് മലയാള സിനിമ ഇരിക്കുന്നത്. അവർ നിശ്ചയിക്കുന്ന ആൾക്കാർ ഇവിടെ അഭിനയിച്ചാൽ മതി, അവർ നിശ്ചയിക്കുന്ന ആൾക്കാർ ഇവിടെ പ്രവർത്തിച്ചാൽ മതി. പുതിയ താരങ്ങൾ വന്നാൽ അവര് ആ താരങ്ങളെ ഉപയോഗിക്കാൻ സൗകര്യം കൊടുത്തില്ലെങ്കിൽ അവരെ ഔട്ടാക്കും. അവര് ഇതിനെതിരായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ട്, സൈബറിൽ കൂടെയും അല്ലാതെയും അവരെ പറ്റി മോശമായ അഭിപ്രായങ്ങൾ വരും. അവർ തീർച്ചയായിട്ടും പലരും ആത്മഹത്യയുടെ വക്കിലിട്ടാണ്, പലരും ഓടി രക്ഷപ്പെടും. പക്ഷെ മലയാള സിനിമ മോഹമായിട്ട് വന്ന് വളരെയധികം ആൾക്കാർ പട്ടിണിയിലായി, പരിവട്ടത്തിലായി. ഇതൊക്കെ ഇതിന്റെ യാഥാർത്ഥ്യങ്ങളാണ്. ഇനി ഈ റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം അത് സെൻസർ ചെയ്ത് കുറെ ഭാഗങ്ങൾ പുറപ്പെടുവിക്കാൻ തന്നെ ഗവൺമെന്റ് തീരുമാനിച്ചു. അതിന് ഹൈക്കോടതിയിലെ ഒരാള് ഒരു കേസ് കൊടുത്തു. എങ്കിലും ഹൈക്കോടതി അത് പരിശോധിച്ചു, ഡിവിഷൻ ബെഞ്ച്. എന്നിട്ട് അതിലെ സെൻസർ ചെയ്ത് കുറെ ഭാഗങ്ങൾ വിട്ടുകൊടുത്തിരിക്കുന്നത് ഉൾപ്പെടെ. അങ്ങനെയാണ് നമ്മൾ ആ വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അൺസെൻസേർഡ് ആയ ഭാഗങ്ങളും സെൻസർ ചെയ്തു പോയ ഭാഗങ്ങളും എല്ലാം മൊത്തമായ റിപ്പോർട്ട്, ജസ്റ്റിസ് ഹേമയുടെ റിപ്പോർട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഹാജരാക്കാൻ പറഞ്ഞു കഴിഞ്ഞു. കോടതി അത് പരിശോധിക്കുമ്പോൾ ഇതിന് വാദിയില്ലാതെ കേസെടുക്കാമോ ഇല്ലയോ എന്നുള്ള പ്രശ്നമാണ്. പലരും അത് ചോദിക്കുന്നുണ്ട്. ഇവിടെ സിനിമാ മേഖലയിലെ കാലാകാലങ്ങളായി നടക്കുന്ന ചില ലൈംഗികമായ ആക്രമണങ്ങൾ, അതിനകത്ത് ഈ റിപ്പോർട്ടിനകത്ത് അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിന് കാരണബോധരുടെ അവരുടെ പേര് ഇന്നയാളെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഇൻഡിക്കേഷൻ വരെയുണ്ട്. അങ്ങനെയാണ് ഈ പവർ ഗ്രൂപ്പ് 15 പേരുടെ പേര് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ ഇന്നയാളാണ് എന്ന് മനസ്സിലാക്കാം. പക്ഷേ അതിനകത്ത് ഒരു മന്ത്രിയുണ്ട്, അതിനകത്ത് ഒരു MLA ഉണ്ട്, അത് തന്നെയല്ലേ മലയാളത്തിൽ ലീഡ് ചെയ്യുന്ന ആക്ടേഴ്സ് ഉണ്ട്, അമ്മയുടെ ചില ഭാരവാഹികളുണ്ട്.
ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഏതായാലും അമ്മ ഏതായാലും പ്രതികരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇന്ന് പ്രതികരിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു പരാതി ലഭിക്കാതെ ഒരു കോഗ്നിസബിൾ ഒഫൻസ് അതിനകത്ത് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു റേപ്പ് കേസിന്റെ ഉണ്ടെങ്കിൽ, അറ്റംപ്റ്റ് റേപ്പ് കേസ് ഉണ്ടെങ്കിൽ, മൈനറായ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു നടിയെ, ഒരു മൈനറായ നടനെ പീഡിപ്പിച്ച സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരായിട്ട് നടപടി വേണം, വാദി വേണ്ട. നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, ഒരു സർക്കാർ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ്, പോലീസ് ആണ് ഒരു ആളെ മറ്റൊരാൾ കുത്തോ അടിക്കോ ചെയ്ത വാദി വരുന്നത് കൺസേൺഡ് ആയ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറോ സർക്കിൾ ഇൻസ്പെക്ടറോ ആ കുറ്റച്ചാർജ് കൊടുക്കുന്ന പോലീസ് ഓഫീസറോ ആണ് വാദി. സർക്കാരാണ് വാദി. ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട സർക്കാരാണ്. നമ്മളെ ഒരാൾ അടിച്ചാല് നമ്മൾ പോയി പരാതി പറയുമെങ്കിലും അത് ഒന്നാം വാദി സർക്കാരാണ്. അപ്പൊ ഇവിടെ ഈ WCCയുടെ അവരുടെ 10-60 പേരുടെ മൊഴികൾ രേഖപ്പെടുത്തിയും വിവരങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്തുമൊക്കെ വന്ന മുഴുവൻ റിപ്പോർട്ടും പരിശോധിച്ചാൽ കോഗ്നിസബിൾ ഒഫൻസസ് ധാരാളം വെളിവായിട്ടുണ്ട് എന്നാണ് വരുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ശ്രദ്ധയിൽ വന്നിരിക്കുന്നു. ഡിവിഷൻ ബെഞ്ച് ഗവൺമെന്റ് പറഞ്ഞു അൺസെൻസേർഡ് ആയ മുഴുവൻ റിപ്പോർട്ടും ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ മുഴുവൻ റിപ്പോർട്ടും ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞു. അത് കോടതി പരിശോധിച്ചിട്ട് അതിനകത്ത് കോഗ്നിസബിൾ ഒഫൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തികൾക്കെതിരായിട്ട് നടപടി എടുക്കാൻ ഡയറക്ഷൻ തീർച്ചയായിട്ടും വരും. DGPക്ക് ഡയറക്ഷൻ കൊടുക്കും, അല്ലെങ്കിൽ ഗവൺമെന്റിന് ഡയറക്ഷൻ കൊടുക്കും. അങ്ങനെയെങ്കിൽ വാദിയില്ലാതെ തന്നെ ചില കേസുകളിലെ റേപ്പും അറ്റംപ്റ്റ് റേപ്പും മൈനറായ ആൾക്കാരെ പീഡിപ്പിച്ചതോ സെക്ഷലി പീഡിപ്പിച്ചതോ ആയ സംഭവങ്ങൾ, ഇന്റിമിഡേഷൻ ആയാലും ശരി, അതിനെ സംബന്ധിക്കുന്ന കേസ് രജിസ്റ്റർ ചെയ്യാൻ വാദി വേണ്ട. മറ്റുള്ള രീതിയിലുള്ള ഒഫൻസ് ആണെങ്കിൽ അതിന് വിക്ടിം ഉണ്ടെങ്കിൽ അവരുടെ വാദിയായിട്ട് രംഗത്ത് വരണം. ഇത് മുഴുവൻ ഹൈക്കോടതി പരിശോധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതിനകത്ത് ഈ രീതിയിലുള്ള പരാമർശങ്ങളുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ആര്, അവർക്കെതിരായിട്ട് നടപടി എടുക്കാൻ പറഞ്ഞ് കോടതി ഡയറക്ഷൻ വരും. അത് DGP പരിശോധിച്ചിട്ട് കോഗ്നിസബിൾ ഒഫൻസ് റിവീൽ ചെയ്യുന്ന കാര്യങ്ങൾ എത്രയുണ്ട്. അത് ഏത് മഹാനടനായാലും ശരി, ഏത് MLA ആയാലും, ഏത് മന്ത്രി ആയാലും ശരി, ഈ പവർ ഗ്രൂപ്പിലെ ഏത് വ്യക്തിയായാലും ശരി, അവർക്കെതിരായിട്ട് കേസുണ്ടാവും. പവർ ഗ്രൂപ്പിലുള്ള ഒരാൾക്കെതിരായിട്ട് ഒരു കേസ് ഇപ്പൊ എറണാകുളത്ത് 2017 മുതൽ നടക്കുന്നത് നമുക്കറിയാം. ദിലീപിന്റെ കേസ് അങ്ങനെ തന്നെയാണ്. ഒരു നടി വഴങ്ങിയില്ലെങ്കിൽ, അവരെ ഭീഷണിപ്പെടുത്തി അവർ വഴങ്ങിയില്ലെങ്കിൽ, മറ്റു രീതിയിൽ അവരെ സിനിമയിൽ നിന്ന് ഔട്ടാക്കാൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ അവരെ ക്രിമിനൽസിനെ കൊണ്ട് ഉപദ്രവിപ്പിക്കും. ഹയർ ചെയ്തിട്ട് അവരെ സെക്ഷുവലായിട്ട് അബ്യൂസ് ചെയ്ത സംഭവം തന്നെയാണ് ഉണ്ടാവും. അങ്ങനൊരു സംഭവമാണ് മലയാള സിനിമയിൽ ഉണ്ടായതും അതിനെതിരായി ദിലീപ് എന്ന വ്യക്തി കേസ് ഫേസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടോ, അതിന്റെ പകുതിയെങ്കിലും ഉണ്ടോ, അതുപോലെ ഇൻസിഡന്റ് ഉണ്ടോ, സെക്ഷുവലായിട്ട് അബ്യൂസ് ചെയ്ത വേറെ സംഭവങ്ങളുണ്ടോ, മൈനർ ആയാലും ശരി, അതിന് തീർച്ചയായിട്ടും ഏത് മഹാനടനായാലും ശരി ഹൈക്കോടതി ഡയറക്ഷൻ അനുസരിച്ച് കേസെടുക്കേണ്ടി വരും. അവര് കോടതിയിൽ പോയി അതിനെ ഡിഫെൻഡ് ചെയ്തോട്ടെ. അങ്ങനെ ചില നടന്മാർക്കും സംവിധായകരും ഒക്കെ ചില നടികളെ പീഡിപ്പിച്ചതിന് ഇപ്പം കേസുകളൊക്കെ വീക്കായിക്കൊണ്ടിരിക്കുന്നു. ഒത്തുതീർപ്പിലേക്ക് ചിലത് പോയിട്ടുണ്ട്. അതുപോലെയുള്ള സംഭവങ്ങൾ, തിക്താനുഭവങ്ങൾ നടിമാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കേസെടുക്കും. നടന്മാരാരായാലും ശരി അവർ പ്രതിസ്ഥാനത്ത് വരും, അവർ ജാമ്യം എടുക്കേണ്ടി വരും. ആ കേസിന്റെ വഴിക്ക് തന്നെ പോകും. അതിപ്പം അമ്മയുടെ അവർ പ്രതികരിച്ചാലും പ്രതികരിച്ചില്ലെങ്കിലും അവരെന്ത് പറഞ്ഞാലും ശരി, അമ്മ എന്ന സംഘടനയിൽ 10-200 നടന്മാരുണ്ട്. അവരാരെങ്കിലും ഇതിനകത്ത് കുറ്റവാളികളായിട്ട് പേര് പറയുകയോ അല്ലെങ്കിൽ അവരുടെ നിക്നെയിം ഉപയോഗിച്ച് പറയുകയോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് കേസ് ഉറപ്പായിട്ടും വരും. ദിലീപ് കേസ് പോലെ തന്നെ പല കേസുകളും രജിസ്റ്റർ ചെയ്യേണ്ടി വരും എന്നാണ് കരുതുന്നത്. ഓരോ നടന്മാരുടെ കപ്പാസിറ്റി അത് ഡിഫെൻഡ് ചെയ്തോട്ടെ. അത് നിയമത്തിന്റെ വഴിക്ക് പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതിനെ സംബന്ധിക്കുന്ന പല വിവരങ്ങളും നേരത്തെ വന്നപ്പം അന്നൊന്നും ഒരു കേസുണ്ടാകാതെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് ഹേമ വന്ന് അതിനെപ്പറ്റി കേരള സർക്കാർ ഒരു കമ്മിറ്റിയെ
നിയമിച്ച് ഇതിനെപ്പറ്റിയുള്ള WCCയിലെ അംഗങ്ങൾക്കുണ്ടായ തിക്താനുഭവങ്ങളും സെക്ഷുവലായിട്ട് അബ്യൂസിനെ പറ്റി ഒരു അന്വേഷണം നടത്തി അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. അതനുസരിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. അത് 4-5 വർഷം ഗവൺമെന്റ് അത് വെളിയിലോട്ട് കാണിക്കാതെ വെച്ചിരുന്നു. അതൊക്കെ വളരെ വിവാദമായ കാര്യങ്ങൾ ആ കാര്യത്തെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. അതിനകത്തുള്ള കണ്ടൻസിനകത്ത് കോഗ്നിസബിൾ ഒഫൻസ് എടുക്കാവുന്ന കുറ്റമുണ്ടെങ്കിൽ അത് എടുക്കാൻ സമയമായിരിക്കുന്നു. 4-5 വർഷം പതുക്കി വെച്ചിരുന്നെങ്കിലും അത് അധികാര സ്ഥലത്ത് അതിന് റിട്ടുകളായിട്ടൊക്കെ ചെന്നിരിക്കുന്നത് 226 അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ 226 അനുസരിച്ച് ഹൈക്കോടതി അത് ഫയൽ സ്വീകരിച്ചു. അതിനകത്തുള്ള പൊതുപ്രവർത്തകന്റെ പരാതി സ്വീകരിച്ചു. അതിനകത്ത് കോഗ്നിസബിൾ ഉണ്ടോ ഇല്ലെന്ന് ഹൈക്കോടതി മുഴുവൻ നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ കേസെടുക്കാനുള്ള ഡയറക്ഷൻ വരും. ഒരു കേസല്ല, പല വ്യക്തികളുടെയും പേരിൽ കേസെടുക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്.